ഷാഫിയെ ഒരു ഫാക്ടറായിട്ട് ഇവിടെ ഇങ്ങനെ നിർത്തുമ്പം അതിലേറ്റവും കൂടുതൽ ബേജാറുള്ളത് മുസ്ലിം ലീഗിനാണ്. ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടി ആശുപത്രി കിടക്കുമ്പോൾ വേറെ എം എൽ എയോട് പറഞ്ഞു കൊടുത്ത കാര്യം എം എൽ എ നേരിട്ട് ഫോണിൽ ലൗഡ് സ്പീക്കറിട്ട് ഉമ്മൻചാണ്ടിയെ കേൾപ്പിച്ചതല്ലേ, അന്ന് ഉമ്മൻചാണ്ടി കരഞ്ഞതല്ലേ. ഷാഫിയും ചെയ്യുന്ന കളി അതാണ്. കെ സിക്ക് ഒരു മൈലേജ് ഉണ്ടെന്നുള്ള കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ കൂടെ നിന്ന് കൊടുക്കുക. അപ്പോൾ കെ സി പ്രൊട്ടക്ട് ചെയ്യും, കെ പി സി സി പ്രസിഡൻ്റായിട്ട് വരാമെന്നുള്ളതാണ്. അവനെപ്പോലെ ഒരാളെ കയ്യിലേക്ക് ഈ പ്രസ്ഥാനത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിക്കുന്നതിന് തുല്യമാണ്. കോൺഗ്രസ് എന്ന പാർട്ടി അവൻ ഇല്ലാതാക്കും, അതിൻ്റെ കൾച്ചർ ഇല്ലാതാക്കും. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, കേരളത്തിൽ കോൺഗ്രസിനൊരു മുഖ്യമന്ത്രി എപ്പോൾ വരും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം നാളെ വൈകിട്ട് 13-ാം തീയതി വൈകിട്ട് 6 മണിക്ക് മുമ്പെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്നാൽ ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തോടൊപ്പം തന്നെ ശക്തമായ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. KPCCയുടെ പ്രസിഡന്റ് ആരായിരിക്കണം? കാരണം സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ബെന്നി ബെഹനാനാണ്. മുൻ UDF കൺവീനറാണ്, നിലവിലത്തെ ചാലക്കുടി MP ആണ്, മുൻ KPCC ജനറൽ സെക്രട്ടറിയാണ്, ഉമ്മൻചാണ്ടി സാറിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാണ്. അപ്പോൾ ഇവിടെ മറ്റാരുടെയെങ്കിലും പേരുകൾ പരിഗണിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫാൻസ് ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്നുമുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അല്ല, പിന്നെ KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് കുപ്പായമെല്ലാം ഇസ്തിരിയിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്, ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലിന് കാരണം കഴിഞ്ഞ തവണ വടകരയിൽ നിന്നിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്തവണ പാലക്കാട് നിന്ന് വീണ്ടും മത്സരിച്ച് കഴിഞ്ഞാൽ ക്യാബിനറ്റിലെത്താമായിരുന്നു. അപ്പോൾ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞ ഒരാളാണ് ഷാഫി പറമ്പിൽ. അത് മാത്രമല്ല, ഷാഫി പറമ്പിൽ വർക്കിംഗ് പ്രസിഡൻ്റാണ് നിലവിൽ. ഇപ്പോഴത്തെ പ്രസിഡൻ്റായിട്ടുള്ള KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് ക്യാബിനറ്റിൽ ഇടം പിടിക്കും. വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ളത് 3 പേര്, ഒന്ന് AP അനിൽകുമാറാണ്, ഒന്ന് PC വിഷ്ണുനാഥാണ് കൊണ്ടുവരുന്നുള്ള എന്നുള്ള, മറ്റേ വണ്ടൂരിൽ നിന്നുള്ള, ഒന്ന് ഷാഫി പറമ്പിലാണ്. ഈ 2 പേരും ക്യാബിനറ്റിൽ പോകും. ഈ 2 പേരും ക്യാബിനറ്റിൽ പോകുമ്പോൾ പിന്നെ ക്ലെയിം ചെയ്യാൻ തനിക്കാണ് യോഗ്യത എന്ന് വിശ്വസിച്ചാണ് ഷാഫി ക്യാമ്പയിൻ നടത്തുന്നത്. ഷാഫി അതിന് വേണ്ടിയിട്ട് KCയുടെ അടുത്തും മറ്റവരടുത്തും മറിച്ചവരടുത്തും ഒക്കെ ഓരോരോ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഷാഫിയുടെ ഫാൻസിനെ കൊണ്ട് അതിനുള്ള പണി എടുപ്പിക്കുന്നുണ്ട്. പക്ഷേ ഷാഫി പറമ്പിൽ KPCCയുടെ അധ്യക്ഷനാവാനൊരു സംഘടനയെ നയിക്കാൻ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നപ്പോഴും വെറുതെ ഷോ ഓഫ് അല്ലാതെ വേറെ നടത്തിയിട്ടില്ല. അതിനു മുമ്പുള്ള സംസ്ഥാന പ്രസിഡന്റുമാരുടെ കാലഘട്ടത്തിലൊക്കെ എന്തെല്ലാം നല്ല പരിപാടികൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആകെ ഓർഗനൈസ് ചെയ്തത് ഈ ഗൾഭം കലക്കൽ മാത്രമല്ലേ, വേറൊന്നും ഓർഗനൈസ് ചെയ്തിട്ടില്ല. ചൂരന്മലയിലെ ഫണ്ട് തട്ടിപ്പുണ്ട്, ചൂരന്മലയിലെ ഫണ്ട് തട്ടിപ്പുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ള പണി. അപ്പോൾ ഷാഫി ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കളികളും കളിക്കുന്നുണ്ട്. പക്ഷേ അത് മാത്രമല്ല, ഷാഫിയുടെ ബാക്ക് ബോൺ ആയിട്ട് ഇതിന് നിൽക്കുന്നത് മൗദൂദികളാണ്. ജമാഅത്തെ ഇസ്ലാം മീഡിയ 1 ചാനലാണ് ഷാഫിയെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ തൽക്കാലത്തേക്ക് മറ്റാരെങ്കിലുമൊക്കെ കൊണ്ടുവന്നാലും 5 വർഷത്തിനപ്പുറത്തേക്ക് ഷാഫിയെ കേരളത്തിലെ CM ആക്കി കൊണ്ടുവരിക എന്നുള്ള അജണ്ടയിലേക്ക് അവർ നീങ്ങുന്നുണ്ട്. അത് അവരുടെ അജണ്ടയാണ്. BJP ആഗ്രഹിക്കുന്നതും ഷാഫി വളർന്നു വരണമെന്നാണ്. അതായത് ഹൈദരാബാദിൽ ഒവൈസിയെ കൊണ്ടുണ്ടാവുന്ന ഗുണം എന്താണോ അതാണ് ഒവൈസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സ്വത്ത് രാഷ്ട്രീയത്തിനകത്തുള്ള വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായിട്ട് ഏകീകരിക്കപ്പെടുന്നതും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒവൈസിയെ കൊണ്ടുവന്നിട്ടത്. ഒവൈസിയെ കൊണ്ടുവന്നിട്ടുമ്പം BJP വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഷാഫിയെ കൊണ്ടുവരുന്നത്. ഷാഫിയെ ഒരു ഫാക്ടറായിട്ട് ഇവിടെ ഇങ്ങനെ നിർത്തുമ്പം അതിലേറ്റവും കൂടുതൽ ബേജാറുള്ളത് മുസ്ലിം ലീഗിനാണ്. അതേസമയം ഷാഫിയെ ബെന്നി ബെഹനാനുമായിട്ട് എങ്ങനെ താരതമ്യപ്പെടുത്തുന്നത്? 1977 48-49 വർഷം മുമ്പ് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ആളാണ്. അന്ന് ഷാഫി ജനിച്ചിട്ടില്ല. ഷാഫി നിക്കലിടാൻ തുടങ്ങുന്നതിന് മുമ്പ് MLA ആയ ആളാണ്. 82-ൽ MLA ആയ ആളാണ് ബെന്നി ബെഹനാൻ. പിന്നെ ബെന്നി ബെഹനാൻ്റെ പ്രസംഗങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ അത്രത്തോളം, ഒന്നാമത്തെ പുള്ളിയുടെ സൗണ്ടിൻ്റെ ഒരു ഘനഗാംഭീര്യം, അത് പിന്നെ നടപ്പിലും വെടുപ്പിലും ഒക്കെ ഉണ്ടല്ലോ ഒരു നേതാവിൻ്റെ എല്ലാ ഇതും. അപ്പം ആ രീതിയിൽ കൊണ്ടുവരുന്നിരുന്ന. അതുമാത്രമല്ല, അദ്ദേഹം ഏറെക്കാലം പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് നിൽക്കേണ്ടി വന്നു. ആ നിന്ന സമയത്തും ഈ ഉമ്മൻചാണ്ടിയുടെയും AK ആൻ്റണിയുടെയും ഒക്കെ ഗ്രൂപ്പ് മാനേജർ എന്ന് പറയുന്നത് ബെന്നി ബെഹനാനും PT തോമസുമായിരുന്നു, അന്തരിച്ചുപോയ PT തോമസ്. ഇവർ ഗ്രൂപ്പ് മാനേജർമാരെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരെ വെട്ടാനല്ല ഇവർ നിന്നിട്ടുള്ളത്. കഴിവുള്ള ചെറുപ്പക്കാരെ ലിഫ്റ്റ് ചെയ്ത് തങ്ങളുടെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരികയും അവരെ ഓരോ സ്ഥാനത്ത് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നതാണ് PC വിഷ്ണുനാഥിനെ, അങ്ങനെ കൊണ്ടുവന്നതാണ് T സിദ്ദിഖിനെ, അങ്ങനെ കൊണ്ടുവന്നതാണ് ഷാഫി പറമ്പിലിനെ, അങ്ങനെ കൊണ്ടുവന്നതാണ് VS ജോയിയെ, അങ്ങനെ കൊണ്ടുവന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അതിന് മുമ്പുള്ള കാലഘട്ടത്തിലുള്ളവരും ഉണ്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളവർ. ഇവരങ്ങനെ സ്ഥിരമായി A ഗ്രൂപ്പിനാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും സംസ്ഥാന അധ്യക്ഷ സ്ഥാനം കിട്ടിയിരുന്നത്. ഡീൻ കുര്യാക്കോസിനെ അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പം ഇവർക്കെല്ലാം വലിയ കടപ്പാടുള്ള ആളാണ് ബെന്നി ബെഹനാൻ. പക്ഷേ ഷാഫിക്ക് ആരോടും കടപ്പാടില്ല. സ്വന്തം നാട്ടിലെ അവനെ വളർത്തിക്കൊണ്ടുവന്ന, അവന് പോക്കറ്റ് മണി കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന DCC വൈസ് പ്രസിഡന്റ് മരിച്ചപ്പോൾ അയാളെ മയ്യത്ത് കാണാൻ അനുവദിക്കരുതെന്ന് അയാൾ ഒസ്യത്ത് എഴുതി വെക്കുന്ന അവസരയ്ക്ക് എത്തിയിട്ടുള്ള ആളാണ് ഷാഫി. 2021 ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് VD സതീശന് പിന്തുണ കൊടുത്തിരുന്നു. അന്ന് രമേശ് ചെന്നിത്തല തുടരണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഉമ്മൻചാണ്ടി സാർ വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഷാഫി പറമ്പിലൊക്കെ അത് ലംഘിച്ചുകൊണ്ട്
സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുക. വേണ്ടെന്നേ. ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടി ആശുപത്രി രോഗക്കിടക്ക് കിടക്കുമ്പോൾ വേറെ എം എൽ എയോട് പറഞ്ഞു കൊടുത്ത കാര്യം MLA നേരിട്ട് ഫോണിൽ ലൗഡ് സ്പീക്കർ ഇട്ട് ഉമ്മൻചാണ്ടിയെ കേൾപ്പിച്ചതല്ലേ, അന്ന് ഉമ്മൻചാണ്ടി കരഞ്ഞതല്ലേ. അപ്പം ഷാഫി എന്ന് പറയുന്നത് ഒരു മനുഷ്യനോട് നന്ദിയില്ലാത്ത അടിമുടി കാബഡിക്കാരനായ ഒരാളാണ് ഷാഫി. ഷാഫിയെ പോലെ കാബഡിക്കാരനായ ഒരാളെന്ന് പറയുന്നത് പിന്നെ ഈ അവൻ്റെ അനിയൻ മാത്രമേ ഉള്ളൂ. ഹെഡ് മാസ്റ്ററും ശിഷ്യനും മാത്രമേ ഉള്ളൂ. അങ്ങനെ അനിയൻ്റെ കഥ കഴിഞ്ഞല്ലോ. അനിയനെ കുറിച്ച് ഇപ്പോൾ അല്ല, അവന് വേണമെങ്കിൽ നന്നായാൽ തിരിച്ചു വരികയൊക്കെ ചെയ്യാം. നന്നായാൽ അവൻ ആദ്യം വേണ്ട ട്രീറ്റ്മെൻറ്റാണ്. നന്നായി കാണുന്നുണ്ടെങ്കിൽ ഈ കുടില ബുദ്ധി ഒഴിവാക്കണം. ബാക്കിയുള്ളവർക്ക് ബുദ്ധിയില്ലെന്ന് കരുതരുത്. അവന് ബുദ്ധി ഉണ്ടെന്ന് അവൻ കരുതിക്കോട്ടെ, പക്ഷേ ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാരാണെന്ന് അവൻ വിശ്വസിക്കരുത്. ഷാഫിയും ചെയ്യുന്ന കളി അതാണ്. KCക്ക് ഒരു മൈലേജ് ഉണ്ടെന്നുള്ള കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ കൂടെ നിന്ന് കൊടുക്കുക. അപ്പോൾ KC പ്രൊട്ടക്റ്റ് ചെയ്യും, KPCC പ്രസിഡൻ്റായിട്ട് വരാമെന്നുള്ളതാണ്. ബാക്കിയുള്ളവരെല്ലാം അവിടെ ചുമ്മാ ഇരിക്കുകയാണ്. അവരൊക്കെ പിന്നെ അവർ മാങ്ങ പറിക്കാൻ പോയിക്കല്ലോ. അങ്ങനെ ആലോചിക്കണ്ടേ? ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ. ബെന്നി ബെഹനാനുണ്ട്, ജോസഫ് വാഴകളുണ്ട്, എത്രയോ ആളുകൾ കിടക്കുന്നു. അജയ് തറയിലുണ്ട്, നിയമസഭാ സീറ്റ് പോലും കിട്ടിയിട്ടില്ല. അജയ് തറയിലുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള ആൾക്കാർ ഉണ്ണിത്താനെ കടമുണ്ടായിരിക്കുമോ? എന്തിനേറെ പറഞ്ഞത് കൊടിക്കുന്തൻ സുരേഷിനെ ആണെങ്കിലും ആക്കിക്കാതെ പ്രശ്നമില്ലല്ലോ. ഒരു ദളിത് വിവാദം നിന്നവരൊക്കെ ഒരു KPCC പ്രസിഡന്റ് വന്നിട്ടില്ല. അപ്പം പിന്നെ ഷാഫി ഇതിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് എല്ലാ രീതിയിലും നീങ്ങുന്നുണ്ട്. ഷാഫിയെ അങ്ങനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നേരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി മീഡിയ വണ്ണുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഷാഫി വരുന്നതിനോട് താല്പര്യമില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മനസ്സിലായിട്ടുണ്ട് ഇത് BJP ഇവിടെ കുളം കലക്കി മീൻ പിടിക്കാൻ നോക്കുകയാണെന്നുള്ളത്. അതിനൊരു ഉപകരണമായിട്ട് ഷാഫിയെ പിന്നെ ഉപയോഗിക്കുകയാണെന്നുള്ള ഒരു സ്ഥിതി അവർക്കുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും സണ്ണി ജോസഫ് മന്ത്രിയാവുകയും AP അനിൽകുമാർ മന്ത്രിയാവുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത്, വിഷ്ണുനാഥ് മന്ത്രിയാവുകയും ചെയ്യുന്ന സമയത്ത് ബെന്നി ബെഹനാൻ വരാൻ തന്നെയാണ് സാധ്യത. ബെന്നി ബെഹനാൻ ഒരു ഗ്രൂപ്പ് മാനേജർ എന്നുള്ളതിനപ്പുറത്ത് ഒരു ക്രൈസിസ് മാനേജർ കൂടിയാണ്. അല്ല രാജമ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ബെന്നി ബെഹനാൻ ഇപ്പൊ ഒരു ഗ്രൂപ്പ് മാനേജർ ഒന്നും അല്ല. ബെന്നി ബെഹനാൻ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ എല്ലാ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്കമാലി റോജി എം ജോണൊക്കെ ആയിട്ട് വളരെയധികം സഹകരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈബിയായിട്ട് നല്ല രീതിയിലാണ്. അത് മാത്രമല്ല, ഇവിടെ ഓരോരുത്തരും സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ കരച്ചിലും പിടിച്ചിലും ബഹളവും, പിന്നെ ഞാനിപ്പോൾ പാർട്ടി വിട്ടു പോകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും, പിന്നെ ഒരാഴ്ച ചർച്ച നടത്തുകയും, പിന്നെ ഉപവാസ സമരം ഇരിക്കുകയും അവരോട് നിസ്സഹകരണം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് 2016 അദ്ദേഹത്തിന് നിയമസഭാ സീറ്റ് നിഷേധിക്കപ്പെട്ടു തൃക്കാക്കരയിൽ. അന്ന് VM സുധീരൻ പറഞ്ഞു അദ്ദേഹത്തിനും ബാബുവിനും കൊടുക്കരുതെന്ന് പറഞ്ഞു. അതിലവസാനം ഇദ്ദേഹത്തിന് നിഷേധിക്കപ്പെടുന്നു. അവിടെ PT തോമസ് വരുന്നു. പുള്ളി PT തോമസിന് വേണ്ടി വർക്കിനിറങ്ങി. അന്ന് ഹൈബി പോയിട്ട് പുള്ളിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞൊരു സീനുണ്ട്. തീർച്ചയായിട്ടും ഹൈബി പുള്ളി പറയുമ്പോൾ 2 ഗ്രൂപ്പിലാണ്. ഹൈബി I ഗ്രൂപ്പിൽ കൂടെ വന്നതാണ്. അപ്പം അതിനപ്പുറത്ത് വളർന്നു വരുന്ന ചെറുപ്പക്കാരെ ഒരു രക്ഷാകർത്താവിൻ്റെ മനസ്സോട് കൂടിയിട്ട് കൂട്ടിപ്പിടിച്ച് കൊണ്ടിരുന്ന രീതി പിന്നെ ഇദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കപ്പുറത്ത് കോൺഗ്രസ് എന്ന പാർട്ടി ഞാൻ മരിച്ചാലും ഇവിടെ അവശേഷിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. ഷാഫിക്ക് ഇതിനേക്കാളും നല്ല ഓഫർ കിട്ടിയ ഷാഫി അപ്പുറത്ത് പോകും. ഷാഫിയെ നാളെ യൂണിയൻ ക്യാബിനറ്റിൽ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി രാജിവെച്ചിട്ട്, ലോക്സഭാംഗത്തിൽ രാജിവെച്ചിട്ട് വല്ല മധ്യപ്രദേശിൽ നിന്നും രാജ്യസഭയിൽ പോയിട്ട് മന്ത്രിയാവും. അബ്ദുള്ള കുട്ടി ഹജ്ജ് കമ്മിറ്റി ചെയർമാനായ പോലെ ഒറ്റപ്പോക്കം പോകും ഷാഫി. അപ്പോൾ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെയുള്ളൂ. ഷാഫിക്ക് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ അസൗദ്ദീൻ ഒവൈസി, ഹൈദരാബാദിലെ ഒവൈസിയോടല്ലാതെ ഷാഫിയെ താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ കോൺഗ്രസ് അനുകൂല പിന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള ഒരു ടൂളായിട്ട് കൈ അയച്ചു വിട്ടിരിക്കുകയാണ് ഷാഫിയെ. ഇല്ലെങ്കിൽ ഷാഫിയുടെ ഈ ഫണ്ടിങ്ങും ഫണ്ട് സോഴ്സും ഇതെങ്ങനെയൊക്കെ പമ്പ് ചെയ്യുന്നു എന്നുള്ളതും ഒന്നും BJPക്കാർക്ക് അറിയാണ്ടാണോ? BJP അറിയാതുപോലെ നടക്കുമോ? അവരുടെ കേന്ദ്ര ഏജൻസികളുടെ അണ്ടർ ഒബ്സർവേഷനിലല്ലേ എല്ലാവരും നിൽക്കുന്നത്. അവർ പിടിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ പിടിക്കാതിരിക്കുന്നത് അവർക്ക് ഉപകാരമുള്ളതുകൊണ്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യമായി നമ്മൾ അടുത്ത് ഷാഫിയുടെ ഒരു പ്രകടനത്തിന് തൊട്ട് മുമ്പായിട്ട് നമ്മളൊരു സ്ഥലത്ത് ചെല്ലുന്നു. ആ സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഒരു 10-30 യൂട്യൂബേഴ്സ് ആദ്യം തന്നെ പ്ലേസ് ചെയ്യപ്പെടും. അതിനുശേഷം അവിടെ ഒരു 19 ആളുകൾ വണ്ടിയിൽ വന്നിറങ്ങും. അന്നേരത്തേക്ക് ഇദ്ദേഹം അങ്ങോട്ട് വരുന്നതോടുകൂടി ഈ പറഞ്ഞ 19 പേരും ഈ കുറച്ച് യൂട്യൂബേഴ്സും കൂടെ കൂടുന്നതോടുകൂടി അവിടെ ഒരു തിരക്കുണ്ടാവുകയാണ്. ഈ തിരക്കിനിടയിലേക്കാണ് ഷാഫി വന്നിറങ്ങുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അത് കൂടാണ്ട് തന്നെ ബൈക്ക് റാലി 100-200 പേരെ വെച്ചിട്ട് ബൈക്ക് റാലി പുള്ളി പോകുന്ന എല്ലാ സ്ഥലത്തും സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ മുഴുവൻ പണച്ചെലവും വഹിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ഷാഫി പറമ്പിൽ തന്നെയാണ്. അതല്ലാണ്ട് അവിടെ നിന്ന് സ്വയം ഇറങ്ങി വരുന്ന ചെറുപ്പക്കാരൊന്നുമല്ല. ഇപ്പോൾ മറ്റേ തൃക്കാക്കരയിൽ ഒരുപക്ഷെ റാലി നടത്തുവാണെങ്കിൽ ആളുകൾ വരുന്നത് ചിലപ്പോൾ പക്ഷേ എറണാകുളത്ത് നിന്ന് ഫോട്ടോ വെച്ച് നോക്കിയായിരിക്കും. അങ്ങനെയുള്ളൊരു കാര്യം കൂടി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. വേണ്ടാന്ന് ഇവൻ പിന്നെ പോകുന്ന വഴിക്കുന്ന പാലക്കാട് നിന്ന് വരെ ആളെ കൊണ്ടുപോകുന്നുണ്ട്. പാലക്കാട് നിന്ന് കൊണ്ടുപോകുന്നവരെ പിന്നെ പാലക്കാട്ടുകാരനാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വല്ല പഠിപ്പിക്കുന്നില്ല. ഈ പ്രശോഭ് പി വത്സനൊക്കെ ആയിരുന്നല്ലോ പിന്നെ ഏറ്റവും ബലം കയ്യേ. പ്രശോഭ് സി വത്സൻ, പിന്നെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ,
ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു ഇവൻ നാട്ടിൽ. ഇവൻ ഈ സംഘടനയെ നശിപ്പിക്കുകയല്ലേ ഇത്. അവൻ യൂത്ത് കോൺഗ്രസിനെ നശിപ്പിച്ചില്ലേ. യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി കഴിഞ്ഞിട്ട് അവൻ സ്ഥാനം ഒഴിയുമ്പോൾ അവൻ പറയുന്നത് എൻ്റെ പിൻഗാമിയായിട്ട് ഇന്ന ആളെ ആക്കണമെന്ന്. നാളെ ഇവനെ പിടിച്ച് KPCC പ്രസിഡന്റ് ആക്കിയവൻ എന്ത് പറയും? ഞാൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ എൻ്റെ പിൻഗാമിയായിട്ട് ഇന്ന ആളെ ആക്കണം എന്ന് പറയും. അങ്ങനെ ഒരുത്തൻ്റെ കയ്യിലോട്ട്, അതായത് മൂക്കാതെ പഴുത്തതിൻ്റെ കുഴപ്പമുണ്ട്, ഇമ്മച്ചുറാണ്, അവന് അഹങ്കാരം മാത്രമേ ഉള്ളൂ. അവനെപ്പോലെ ഒരാളെ കയ്യിലേക്ക് ഈ പ്രസ്ഥാനത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിക്കുന്നതിന് തുല്യമാണ്. കോൺഗ്രസ് എന്ന പാർട്ടിയെ അവൻ ഇല്ലാതാക്കും, അതിൻ്റെ കൾച്ചർ ഇല്ലാതാക്കും. കാരണം കോൺഗ്രസ് ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം ഇല്ലാതായി കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ഇല്ല. അങ്ങനെയാണ്. അത് മാത്രമല്ല, ബാക്കിയുള്ളവരുടെ അവസ്ഥ ആലോചിക്കണം. വേറെ എവിടെ ഈ സാധനം ഇല്ല. കേരളത്തിലേ ഉള്ളൂ ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ. തെലുങ്കാനയും പിന്നെ കർണാടകയും കയ്യിൽ നിന്ന് പോകാൻ പോവുക. തമിഴ്നാട് പിന്നെ പോയി അപ്പം TVKയുടെ കൂടെ പോയി കൂടിച്ചേർന്നിട്ടുണ്ട്. മറ്റേത് DMKയുടെ കൂടെ ആയിരുന്നപ്പം ഒരു കസേരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള ചായ കൊടുക്കുമായിരുന്നു. TVKയുടെ കൂടെ ഇപ്പം മുറ്റത്ത് ഇരുത്തിയിട്ട് പിന്നെ ചിരട്ടയ്ക്കകത്താ ചായ കൊടുക്കുന്നത്. ഇതാണ് അവസ്ഥ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വേറെ എവിടെയും ഇല്ല. രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ 2019 കേരളത്തിൽ വരേണ്ടി വന്നു. അപ്പുറത്ത് അമേത്തിയിൽ തോറ്റുപോയി. 2024 റായ്ബറേലിയിലും ഇവിടെ മത്സരിച്ചു. അമേത്തി മത്സരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2024 വന്നപ്പോൾ റായ്ബറേലിയിൽ അമ്മയുടെ സീറ്റിലങ്ങ് ജയിച്ചപ്പം പെങ്ങളെ ഇവിടെ കൊണ്ടു നിർത്തി. അതായത് പ്രിയങ്കയ്ക്ക് പാർലമെൻറ്റിൽ എത്തണമെങ്കിൽ, രാഹുലിന് പാർലമെൻറ്റിൽ എത്തണമെങ്കിൽ, നാളെ കുറച്ചുകൂടി കഴിഞ്ഞാൽ സോണിയാഗാന്ധിക്ക് രാജ്യസഭയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്റ്റേറ്റുകളൊക്കെ പോയി കഴിഞ്ഞാൽ പോകാൻ പറ്റുമോ? രാജസ്ഥാനിൽ നിന്ന് പോകാൻ പറ്റുമോ? ഇനി HP നിന്ന് പോകാൻ പറ്റുമോ? ഇനി വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് പോകാൻ പറ്റുമോ? ഇനി കേരളത്തിൽ നിന്ന് പോകേണ്ടി വരും. അപ്പോൾ ആ അവസ്ഥയിലെത്തി നിൽക്കുന്ന, അതായത് നമ്മൾ പറയാറുണ്ട് ആന മെലിഞ്ഞാൽ തൊഴുത്തി കെട്ടാൻ പറ്റത്തില്ലെന്ന്. ഇത് ആനയല്ല, ഇത് മെലിഞ്ഞ് 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 പൂച്ചടമാതിരി, പട്ടിണി കിടക്കുന്ന പൂച്ചടമാതിരിയായിട്ടുണ്ട് കോൺഗ്രസ്. ആ തിരിച്ചറിവ് അവർക്ക് വേണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ കോൺഗ്രസിന് പുതുജീവൻ കൊടുക്കാൻ കിട്ടിയ ഒരു മൃതസഞ്ജീവനിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം കേരളത്തിൽ നിന്നുള്ളത്. അത് ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് ഷാഫിയെ പോലെയുള്ള ആളുകളെയൊക്കെ, ഇമ്മച്ചുറായിട്ടുള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്തി ഈ മുഖ്യധാരയിലെ ചർച്ചയ്ക്ക് പോലും അവരെയൊന്നും പങ്കെടുപ്പിക്കാൻ പാടില്ല. ഇവിടെ K മുരളീധരനോട് ചർച്ച നടത്തുന്നത് മനസ്സിലാക്കാം. തിരുവഞ്ചൂരിനോട് ചർച്ച നടത്തിയിട്ട് മുതിർന്ന നേതാവ് KPCC പ്രസിഡന്റ് ആയിട്ടില്ലെങ്കിൽ MMSN KPCC പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ VM സുധീരൻ KPCC പ്രസിഡന്റ് ആയിരുന്നു. BD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും എണ്ണം പറഞ്ഞ നേതാക്കന്മാരാ. ഇവരൊക്കെ ചർച്ച നടക്കുന്നിടത്ത് ഈ പൂച്ചയ്ക്ക് എന്താ പൊന്നിരിക്കുന്നിടത്ത് കാര്യം എന്ന് ചോദിക്കാറുണ്ട്. അവിടെ എല്ലാം ഇവരെ ഈ പൂച്ചയെ കൊണ്ടിരിക്കുക, അവിടെ പൊന്നിരിക്കുന്നിടത്ത് കൊണ്ടിരുത്തിയിരിക്കുക. മറ്റൊന്ന്, മുസ്ലിം ലീഗിന് ഒട്ടും താല്പര്യമില്ല ഷാഫിയെ. കാരണം മുസ്ലിം ലീഗ് വളരെ കർശനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ അവർ അണികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഷാഫി എവിടെയാണ് ഓളം സൃഷ്ടിച്ചത്? ഷാഫി മലബാറിലെ കുറച്ച് ജില്ലകളിലെ മണ്ഡലങ്ങളിലെ കറങ്ങി നടന്നത്. മുസ്ലിം ലീഗ് അല്ലേ ഉള്ളത്? അവിടെ കറങ്ങി നടന്നത്. അവിടെ കറങ്ങി നടക്കുമ്പോൾ അവർക്ക് UDFിൻ്റെ കാൻഡിഡേറ്റിനെ ജയിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് അവർ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഷാഫി തിരുവല്ലയിൽ പോയി പ്രചരണം നടത്തുന്നത് സ്ഥിതി കണ്ടോ? ഇല്ല. ഷാഫി പിന്നെ ചെങ്ങന്നൂർ പോയിട്ട് പ്രചരണം നടത്തുന്ന ഈരാറ്റുപേട്ട പോയി നടത്തി. ഈരാറ്റുപേട്ടയിൽ പോയിട്ട് നടത്തും. ഈരാറ്റുപേട്ടയിൽ കുറേ സുഡാപ്പികളുണ്ട്, അവിടെ പോയി നടത്തും. ഷാഫി പിന്നെ ഉടുമ്പൻചാലിൽ പോയിട്ട് പ്രകടനം നടത്തുന്ന കണ്ടോ? ഇല്ല. അപ്പം ഷാഫിക്ക് പോകേണ്ടുന്ന സ്ഥലങ്ങളിൽ ഷാഫി ലിസ്റ്റ് ചെയ്തപ്പോൾ ഷാഫി ആരും വിളിച്ചിട്ടൊന്നുമല്ല. ഷാഫി ലിസ്റ്റ് ചെയ്തു. ഷാഫിയാണ്, അതായത് എട്ടുകാലി മുഞ്ഞ് കളിക്കുക, ഞാനാണ് ജയിപ്പിച്ചത്, ഞാനാണ് കേരളം മുഴുവൻ നിറഞ്ഞു നിന്നത് എന്ന് വരുത്താനുള്ള ശ്രമമാണ് നടത്തിയത്. അത് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ചവിട്ടുപടിയായിട്ട് കാണാനാണ് ഷാഫി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എടുക്കേണ്ടത് ഈ പിന്നെ 70 വയസ്സ് കഴിഞ്ഞ, എന്നാൽ ആരോഗ്യപരമായി യാതൊരുവിധ പ്രയാസങ്ങളും ഇല്ലാത്ത, പക്വതയുള്ള, ആവശ്യമില്ലാത്തൊരു വാക്ക് പറയാത്ത, വാക്കുകൾ അളന്നു തൂക്കി ഉപയോഗിക്കുന്ന ബെന്നി ബെഹനാനെ പോലെയുള്ള ഒരാളെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവന്നാൽ, അപ്പുറത്ത് മുഖ്യമന്ത്രിയായിട്ട് KCയോ VDയോ രമേശ് ചെന്നിത്തലയോ ആരോ വരട്ടെ, KPCC പ്രസിഡൻ്റായിട്ട് ഇപ്പുറത്ത് ഇദ്ദേഹം കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഗംഭീരം ഇക്വേഷനായിരിക്കും. അപ്പം പിന്നെ വിശ്വനാഥും അനിൽകുമാറും മന്ത്രിമാരാവുന്ന ഒഴിവിലേക്ക് കഴിവുള്ള 1-2 പേരെ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ട് കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏറ്റവും ഗംഭീരമാവുമെന്ന അഭിപ്രായമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.